ഇത്രയും വർഷം കൊണ്ട് ഞാൻ ഇവിടെ താമസിച്ചു. എനിക്കൊരു പട്ടയത്തിന് വേണ്ടി കയറി ഇറങ്ങാൻ സ്ഥലങ്ങളൊന്നുമില്ല. എല്ലാം ആയി കഴിഞ്ഞു. ഇനി ഞാൻ അത് ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ഇനി ഇതിനെന്തരാണ് പോകുമ്പോഴുള്ളതെന്ന് അവർ എന്നെ സഹായിക്കട്ടെ. എന്നെ ഈ 10 വർഷം കൊണ്ട് ഈ ജനങ്ങളെ കൊല്ലാതെ കൊന്ന സർക്കാരാണ്. എനിക്കൊരു പാർട്ടി, എനിക്കൊരു വിശ്വാസമുണ്ട്. അത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോകില്ല. അതാണ് എൻ്റെ നിഷ്ഠ. ഫ്രണ്ട്സിനെ കൂട്ടായ്മയായി നിർത്താൻ വേണ്ടി LDF ഒരു സംരംഭം പോലെ, ഒരു ബാലസംഘം എന്ന് പറഞ്ഞൊരു ഒരു മീറ്റിംഗ് പോലെ നമ്മളെ സാഹിത്യ മഞ്ചാരണ സ്മാരക ഗ്രന്ഥശാലയിൽ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു വ്യക്തിയാണ് ജയിപ്പിച്ചുകൊടുക്കുന്നത്. അത് പോയി. ഞാൻ CPM പാർട്ടിയിൽ തന്നെ അവർക്ക് അമ്പലങ്ങളില്ല, വിശ്വാസങ്ങളില്ല. എത്ര CPM കാരെ ഞാൻ കാണിച്ചു തരാം അമ്പലങ്ങളുമായിട്ട് പൂജയായിട്ട് നടക്കുന്ന, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്. അപ്പം ആളൊരു കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പൊ VK പ്രശാന്ത് ബ്രോ തന്നെ വരണമെന്നാണ്. ശരി, അല്ല എന്റെ വീട്ടുകാരെ ആക്രമിച്ചാൽ എനിക്ക് പുല്ലാൻ മാത്രം, ഞാൻ അതേ പറയുള്ളൂ. ഞമ്മ ഇപ്പൊ എത്ര പേര് ആക്രമിക്കുന്നു, വെട്ടിക്കൊള്ളും, വീട്ടുകാരെ വെട്ടിക്കൊള്ളും. കാരണം അവൻ എന്തോണം ചെയ്യാം, അവൻ ഭരിക്കുമ്പോ അവൻ എന്തോണം ചെയ്യാം ചോദിക്കാളി. ആര് വന്നാലും കേരളത്തിന് കുറച്ച് ഡെവലപ്മെന്റ് വരണം, അത്രേ ഉള്ളൂ. പേരെന്താ? തങ്കം പോലത്തെ ഒരു ചേച്ചി. തങ്കം ചേച്ചി, തലത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, സർക്കാർ വരുത്തേണ്ട മാറ്റങ്ങൾ ആര് നിലവിൽ വന്നാലും എന്തൊക്കെയാണ്? നീ കാട്ടാക്കട എവിടെ ഉള്ളത്? നിങ്ങൾക്കറിയാം എത്രത്തോളം പ്രാധാന്യമേറിയതാണ് ഈ 2026 ഇലക്ഷൻ നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരത്ത് നിന്ന്. ഞാനിപ്പോൾ നമ്മുടെ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് നിൽക്കുന്നത്. ഈ മണ്ഡലം വളരെയധികം ഒരു ത്രികോണ മത്സരം നേരിടാൻ തന്നെ തയ്യാറെടുപ്പോടുകൂടി നിൽക്കുകയാണ്. ശരിക്കും ഇവിടെ ആര് ജയിക്കും എന്ന് ചിന്തിച്ചിട്ട് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. കാരണം എല്ലാ പ്രാവശ്യവും ഓരോ അട്ടിമറി അവസാന നിമിഷം ഇലക്ഷനിൽ സംഭവിക്കുന്ന ഒരു രീതി നമുക്കുണ്ട്. ഒന്നും തന്നെ പറയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ സിറ്റിംഗ് MLA ആയ VK പ്രശാന്ത്, മേയർ ബ്രോയിനെ നിർത്തി കൊടി പാറിക്കാനാണ് LDFന്റെ ശ്രമം. എന്നാൽ വളരെ ശക്തനായ KM മുരളീധരനെ ഇറക്കിക്കൊണ്ട് തുറപ്പിച്ചിട്ട് ഇറക്കിയിരിക്കുകയാണ് നമ്മുടെ UDF. അപ്പൊ തന്നെ അവിടെ കൺഫ്യൂഷനായി ആര് ജയിക്കുമെന്ന്. എന്നാൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കൈവരിച്ച NDAയുടെ നേട്ടം ഇത്തവണ അവര് നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നമ്മുടെ ശ്രീലേഖ IPSനെ ഇറക്കിയാണ് NDA ഇത്തവണ കളിക്കാനായിട്ട് പോകുന്നത്. വളരെ കൺഫ്യൂഷനിലും നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് ജനപക്ഷം, ജനത്തിന് എന്ത് നേട്ടം ഉണ്ടാവും, ഇതുവരെയുള്ള ഭരണത്തിൽ അവർ തൃപ്തരാണോ, നമുക്ക് ചോദിച്ചറിഞ്ഞാലോ. അപ്പൊ നല്ല ചൂട് ചർച്ചയുള്ള ചായക്കടയുടെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. നമുക്ക് വട്ടിയൂർക്കാവിൽ ഒരു ചേട്ടനെ പരിചയപ്പെട്ടാലോ. ചേട്ടാ പേരെന്താ? യദു. അടിപൊളി. ഓക്കെ ചേട്ടാ, ഇപ്പം ഇത്തവണ ആരിവിടെ വിജയത്തിന്റെ കൊടി പാറയ്ക്കുമെന്നാണ് ചേട്ടന്റെ പ്രതീക്ഷ? ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? എന്തുകൊണ്ടാണ്? മുരളീധരൻ നല്ലൊരു വ്യക്തിയായതിനെക്കൊണ്ട്. അതെ, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ഇവിടെ നിന്നിരുന്ന സമയത്ത് എങ്ങനെ നല്ല പ്രവർത്തനമായിരുന്നു, അതുകൊണ്ട് ജയിക്കണം എന്നുള്ള കാര്യം. ചേട്ടൻ എന്തായാലും KM മുരളീധരൻ തന്നെ വോട്ട് ചെയ്യും. അത്രേ ഉള്ളൂ. ശരി, എന്തുകൊണ്ടാണ് KM മുരളീധരനിൽ ഉറച്ചു നിൽക്കുന്നത്? നമ്മുടെ മേയർ ബ്രോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു? ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വെച്ചാൽ ശബരിമല കേസും എല്ലാം ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷയില്ല. എല്ലാം ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു വ്യക്തിയാണ് ജയിപ്പിച്ചുകൊടുക്കുന്നത്. അത് പോയി. എന്തൊക്കെ പറഞ്ഞാലും ചേട്ടൻ KM മുരളീധരനെ വോട്ട് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം ആര് ജയിക്കുന്നല്ലേ. ഓക്കെ, നമ്മളിപ്പോ വട്ടിയൂർക്കാവ് ജംഗ്ഷനിലാണുള്ളത്. സുട ഒരു ചായ കുടിക്കാൻ ഒരു ചായക്കടയിലേക്ക് കയറി. ഹലോ, പേരെന്താ? എന്റെ പേര് മണിയുണ്ട്. ഓക്കെ, ഇവിടെ എത്ര നാളായി ചായക്കട ഇട്ടിട്ട്? 2 വർഷം. ഓക്കെ, അപ്പം എന്താണ് ഇത്തവണത്തെ ഇലക്ഷനിലെ പ്രതീക്ഷകൾ എന്നൊന്ന് പറയാമോ ജനങ്ങൾ? പ്രശാന്ത് തന്നെ ജയിക്കും. അതല്ലേ. ശരി, അദ്ദേഹം ഇവിടെ നിന്ന കാലത്തിൽ ആ പ്രവർത്തനങ്ങളൊക്കെ എത്രത്തോളം ഊർജ്ജമായിരുന്നു? എല്ലാവർക്കും ജനങ്ങൾക്ക് വിശ്വാസമാണ്. 100%. ചേട്ടാ വേറെ ഒരു പാർട്ടിക്ക് വോട്ട് ചെയ്യില്ല? ഇല്ല. മുട്ടയും വാങ്ങിച്ചോണ്ടൊരു പുള്ളി ദേ വരുന്നു. ഹലോ, പേരെന്താ? അശ്വിൻ. വോട്ട് ചെയ്യാറുണ്ടോ? ഓക്കെ, അപ്പൊ ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യും? ആര് ജയിക്കണമെന്നാണ് ശരിക്കും ആഗ്രഹം? ഇത്ര നാളും CPI ആയിരുന്നല്ലോ, പിന്നെ വേറെ ആരെങ്കിലും വന്നാൽ കുഴപ്പമില്ല. അതായത് പ്രവർത്തനത്തിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആണെന്നുള്ളത് തന്നെയാണോ പറയുന്നത്? ഏകദേശം. എന്തുകൊണ്ടാണ് പറയുന്നത്? അല്ല, ഇത്രയും നാൾ വെച്ചും ഏകദേശം 10 years ആയില്ലേ, അപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ പുതിയൊരു പാർട്ടി വന്നാൽ എന്തെങ്കിലും വികസനം ഉണ്ടാവുമെങ്കിൽ അങ്ങനെ ആയിരിക്കും നല്ലത്. ശരി, അപ്പം BJP വരണം എന്നാണോ
അതോ UDF വരണം എന്നാണ്? അല്ലെ, ആര് വന്നാലും കേരളത്തിന് കുറച്ച് ഡെവലപ്മെന്റ് വരണം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത്രേ ഒരു നിഷ്പക്ഷ നിലപാട് തന്നെയാണുള്ളത്. അതെ. അതെ, അത് നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം അല്ലേ? നമ്മുടെ നാടിന് വേണ്ടി ആയിരിക്കണം ഏത് പാർട്ടി ആയാലും വർക്ക് ചെയ്യേണ്ടത്. ശരി, താങ്ക് യു. രാഷ്ട്രീയം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നത് ചായക്കടകളിലും കവലകളിലുമാണ്. അതായത് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചേട്ടൻ്റെ അടുത്ത് രാഷ്ട്രീയവും മറ്റു വിശേഷങ്ങളൊക്കെ ചോദിച്ചില്ലെങ്കിൽ എങ്ങനെയാണല്ലേ? ഇലക്ഷന്റെ ചൂടിൽ തന്നെ ചേട്ടനോട് ചോദിക്കട്ടെ, ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു വി കെ പ്രശാന്തിന്റെ ഇത്രയും നാളത്തെ പ്രവർത്തനങ്ങൾ? പ്രശാന്തിന്റെ കുഴപ്പമൊന്നുമില്ല. ഇത്തവണ ആര് കയറണം എന്നാണ്? ഇത്തവണ ഒരു മാറ്റം വേണമെന്നുള്ളതാണ്. പിന്നെ ഇപ്പം മുരളി വന്നിട്ടുള്ളതുകൊണ്ട് മുരളിയും ഒരു ജനകീയ ആളാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ലതാണ്. നല്ലതാണ്. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ ജനങ്ങളല്ലേ കൊടുക്കുന്നു. ശരി, ചേട്ടൻ പേഴ്സണലി ആര് വരണം, ഏത് പാർട്ടിക്കാർ വരണം എന്ന് ആഗ്രഹിക്കുന്നു? എനിക്ക് നല്ലതാരാണോ അവര് വരണം, അത്രയേ ഉള്ളൂ. നിഷ്പക്ഷമായ നിലപാടാണ്. ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി ഏതായാലും അതാണ് എന്റെ താല്പര്യം. ശരി, എന്തെല്ലാം ഇനി ഇവിടെ ഡെവലപ്മെന്റ്സ് നടക്കാനുണ്ട്? എന്തൊക്കെയാണ് അസംതൃപ്തി ചേട്ടൻ ഇപ്പം മനസ്സിൽ തോന്നുന്നത്? അസംതൃപ്തി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പൂർത്തിയാകണ്ടേ? ഇതിങ്ങനെ വന്ന് വെറുതെ കിടക്കില്ലേ ഇതല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ആര് നല്ലതായിട്ട് പ്രവർത്തിച്ചാലും അതാണ് ജനം കൈക്കൊള്ളുന്നത്. അല്ലാതെ നമുക്ക് ഇന്ന പാർട്ടി എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ കൊള്ളാവുന്ന പാർട്ടി ആരാണോ അവർ വരണം. നമുക്കറിയേണ്ടത് ഈ സാധാരണക്കാരായ ജനങ്ങളുടെ പൾസും അവരുടെ ആവശ്യങ്ങളൊക്കെയാണ് അല്ലേ? ചേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? ടിക്കറ്റ് വിട്ടോണ്ടിരിക്കുന്നു. ശരി, ഇപ്പൊ ഇലക്ഷൻ ഒക്കെ അല്ലേ? ഇലക്ഷന്റെ ചൂടൊക്കെ ആയി തുടങ്ങിയോ? ആര് ജയിക്കണമെന്നാണ് ഇത്തവണ? പറയാൻ പറ്റത്തില്ല. ആഗ്രഹം ആരാണ്? ആഗ്രഹം പ്രശാന്ത് തന്നെ. എന്തുകൊണ്ടാണ് മേയർ ബ്രോ വീണ്ടും വരണമെന്ന് ചേട്ടൻ ആഗ്രഹിക്കുന്നത്? പുള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ വിലയിരുത്തുന്ന ചേട്ടാ? കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കുറെ അധികം ആളുകൾ പറയുന്നു മറ്റു പാർട്ടിക്കാർക്ക് ഒരു അവസരം കൊടുക്കണം, ഇവിടെ വലിയ രീതിയിലുള്ള വികസനം ഉണ്ടായില്ലെന്ന്. കുറെ ആൾക്കാർ അദ്ദേഹം തന്നെ വരണമെന്ന് ശക്തമായിട്ട് പറയുന്നു. അതൊക്കെ പറയും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചേട്ടൻ പറയുന്നു മേയർ ബ്രോയെ ജയിക്കൂ, പുള്ളിയെ ജയിപ്പിക്കണം എന്നല്ലേ? ശരി, നമ്മളിതാ ഒരു ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുകയാണ്. ബസ് കാത്ത് നിൽക്കുന്ന ഒരു ചേച്ചിയെ പരിചയപ്പെടാം. ചേച്ചി പേരെന്താ? തങ്കം പോലത്തെ ഒരു ചേച്ചി. തങ്കം ചേച്ചി, വോട്ടിടാൻ പോകുന്നുണ്ടോ ഇത്തവണ? ഉണ്ട്. വോട്ടുണ്ടോ? ഉണ്ട്. ശരി, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്നാണ് കാര്യങ്ങൾ അറിയേണ്ടത്. നിങ്ങൾ ഇവിടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, സർക്കാർ വരുത്തേണ്ട മാറ്റങ്ങൾ, ആര് നിലവിൽ വന്നാലും എന്തൊക്കെയാണ്? ചോദ്യം പിൻവലിച്ചൊക്കെ പോയി. നമുക്ക് മറ്റൊരു ആന്റി കിട്ടിയിട്ടുണ്ട്, ചോദിക്കാം. പേരെന്താ? രഘുപതി. അടിപൊളി. വോട്ടിടാൻ പോവില്ലേ? ശരി, എന്താണ് ഇവിടെ വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങൾ? നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റം, ഏത് ഗവൺമെന്റ് വന്നാലും നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്? പറ. പിന്നെ ഈ വട്ടിയൂർക്കാവിൽ വികസനം ജനമുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അങ്ങോട്ടൊക്കെ ഉള്ള വികസനം അത് ചെറിയ രീതിയിലൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിലാണ് എല്ലാം പോകുന്നതാണ് ആൾക്കാർ പറയുന്നത്. ചേച്ചി എവിടെ താമസിക്കണേ? ഞാൻ താമസിക്കുന്നത് കാച്ചാണിക്കപ്പുറമാണ്. അവിടുത്തെ വികസനത്തെ പറ്റി എന്താ ചേച്ചി പറയാനുള്ളത്? ഇവിടുത്തെ വികസനം, റോഡ് വികസനമൊന്നുമില്ല. അത് അനിവാര്യമാണ്. ഇത്തിരിയൊക്കെ ഒരു സാഹചര്യങ്ങൾ നമ്മളെ രോഗികളെ രാത്രിയിലൊക്കെ ഇത്തിരി അത്യാവശ്യം ഒരു ആശുപത്രി ഉണ്ട്, ഒരു ഡോക്ടർ അടുത്ത ആശുപത്രി ഇല്ലെന്നാണോ? അടുത്ത ആശുപത്രി ഇല്ല. ആശുപത്രി വേണമെങ്കിൽ അരുവിക്കര പോകണം, രാത്രി വലിയൊരു പ്രശ്നമാണ്. പോകണം. അല്ലെങ്കിൽ ഇവിടെ വട്ടിയൂർക്കാവില ചുട്ടത്ത് എവിടെയെങ്കിലും വരണം, കാഞ്ഞിരമ്പാറ എവിടെയെങ്കിലും വരണം. അല്ല, നമുക്ക് അങ്ങനെ ആശുപത്രിയൊന്നുമില്ല. ഒരു രീതിയിലുള്ള സഹായങ്ങളും ലഭിക്കുന്നില്ല എന്ന് തന്നെയാണോ പറയുന്നത്? ഇപ്പം നമുക്ക് ഒരു രീതിയിൽ വേറെ ഒരു രീതിയിൽ സഹായങ്ങളൊന്നുമില്ല. പിന്നെ സഹായിച്ചില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ കൊച്ചുമോൻ്റെ സ്കൂളിൽ നിന്നാണ് ഞങ്ങൾക്കൊരു വീട് വെച്ച് തന്നത്. അവർ പാർട്ടിക്കാരൻ്റെ ഇതിൽ KGO LDF സർക്കാരിന്റെ വീട് വെക്കാനുള്ള പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊന്നും അപ്ലൈ ചെയ്തില്ലായിരുന്നോ? പഞ്ചായത്തിലൊരു വീട് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് തന്നിട്ടില്ല. നമുക്കിവിടെ പൂക്കടയുടെ ഫ്രണ്ടിൽ വേറെ ആളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇലക്ഷന്റെ ഈ ചൂടിൽ തന്നെ ചൂടായിട്ട് കുറെ അധികം കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഹലോ ചേട്ടാ. നമസ്കാരം. പേരെന്താണ്? രാധാകൃഷ്ണൻ. ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ. ഇത്തവണത്തെ ഇലക്ഷനെ ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പോഴത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ 10 വർഷത്തെ ഒരു ഭരണത്തിന് എതിരെയുള്ള ഒരു ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ജനങ്ങളെ കാത്തിരിക്കാൻ ഈ ഭരണമാറ്റത്തിന് വേണ്ടി ആ ഒരു പ്രതിഫലനം ഇവിടെ ഉണ്ടാകും. ശ്രീ K മുരളീധരൻ ഇവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അദ്ദേഹം ട്രഷറി ബെഞ്ചിലുണ്ടാവുമെന്ന് AICC ജനറൽ സെക്രട്ടറി ആരാധനായ ശ്രീ KC വേണുഗോപാൽ അദ്ദേഹം പറയുകയും ചെയ്തതോടുകൂടി
അത് വട്ടിയൂർക്കാവിന് വലിയൊരു പ്ലസ് പോയിൻ്റായിട്ട് വരും. അദ്ദേഹം നല്ലൊരു മാർഗത്തിൽ ഇവിടെ ജയിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഇവിടെ 8 വർഷക്കാലം MLA ആയിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പാർട്ടി നിർദ്ദേശം അനുസരിച്ച് വടകരയിൽ മത്സരിക്കാൻ പോയി, അവിടെ വിജയിച്ചു. ഇവിടെ നിന്ന് മാറിയതിനെ തുടർന്ന് ചെറിയ ഒരു ജനപിന്തുണ ചെറിയ രീതിയിലെങ്കിലും കുറഞ്ഞു. അത് പൊതുവെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം വടകര MP ആയിരിക്കുന്ന അവസരത്തിൽ പോലും വളരെ സജീവമായിട്ട് ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഒരു അദ്ദേഹമാണ്. ഇവിടുത്തെ MLA-യേക്കാൾ കൂടുതൽ അദ്ദേഹം അവിടുത്തെ MP ആയിരിക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും ചെറിയ ചെറിയ ചടങ്ങുകളിൽ പോലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടുന്ന് വിട്ടുപോയ ഒരാളാണെന്ന് തോന്നുന്ന രീതി ഉണ്ടാവില്ല. പിന്നെ അങ്ങനെ ഒരു ആരോപണം ഇടതുപക്ഷവും BJP ഉന്നയിക്കുന്നുണ്ട്. അത് ഒരു തരത്തിലും ബാധിക്കില്ല. ഇവിടുത്തെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിന് അനുകൂലമായ ഒരു കാറ്റ് ഈ മണ്ഡലത്തിലും നിലനിൽക്കുന്നുണ്ട് യാഥാർത്ഥ്യം. ചേട്ടാ, വട്ടിയൂർക്കാവിൻ്റെ ഒരു മുഖം തന്നെയാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വികസനത്തെ തുടർന്ന് കുറേയധികം നാളുകളെ അത് യാതൊരുവിധ പുരോഗമനവും ഇല്ലാതെ അവിടെ തന്നെ ഇട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ സംശയം, ഇനി മറ്റൊരു പാർട്ടി വന്നാൽ ഇതിനൊരു മാറ്റം ഉണ്ടാകുമോ, അതോ ഇപ്പോൾ നിൽക്കുന്ന പാർട്ടി ഇപ്പോൾ അതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വികസനങ്ങൾ പ്ലാൻ ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ രൂപീകരിക്കുന്നു. അപ്പോൾ അത്തരമൊരു വികസനം യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പാർട്ടി നിന്നാലാണോ മറ്റൊരു പാർട്ടി വന്നാലാണോ സാധിക്കുന്നത്? ജംഗ്ഷൻ വികസനം എന്ന് പറയുന്ന വർഷങ്ങളായി നടക്കുന്ന ഒരു വാചകം മാത്രമേ ഉള്ളൂ. ജംഗ്ഷൻ വികസനം ഇതുവരെ അത് പൂർത്തീകരിച്ചിട്ടില്ല. ഇപ്പോഴും കുറേ ആളുകൾക്ക് കാശ് കൊടുത്ത് കുറേ കെട്ടിടങ്ങൾ ഇടിച്ച് നിരത്തിയെന്നല്ലാതെ അതിനപ്പുറം ഒരു മാറ്റവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഇങ്ങനെ തന്നെ കിടക്കാനാണ് സാധ്യത. കാരണം ഇതൊരു ഇലക്ഷൻ സെൻ്റർ എന്ന നിലയിലാണ് കുറച്ച് പേർക്ക് കാശ് കൊടുത്ത് ജംഗ്ഷൻ വികസിപ്പിക്കാനെന്നുള്ള ഒരു പ്രതീതി വരുത്തുക മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് നടക്കുമെന്ന് യാതൊരു വിശ്വാസവും ഇല്ല ഞങ്ങൾക്ക്. 7 വർഷം MLA ആയിരുന്ന VK പ്രശാന്തും 8 വർഷം MLA ആയിരുന്ന CK മുരളീധരനും ഈ മണ്ഡലം നടത്തിയ വികസനം ജനങ്ങൾക്ക് പകൽ പോലെ മുന്നിലുള്ളതാണ്. ഒന്നാമത്തെ കാര്യം മരുതൻകുഴി പാലം, കുണ്ടമൻകടവ് പാലം, കോസ്മോയുടെ മുമ്പിലുള്ള മുറിഞ്ഞ പാലം, ഇതെല്ലാം യാഥാർത്ഥ്യമായ വികസനങ്ങളാണ് K മുരളീധരൻ്റെ. എന്നാൽ VK പ്രശാന്തിൻ്റെ പേരിൽ എടുത്തു പറയാവുന്ന ഒരു വികസനവും ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. ആകെ പറഞ്ഞത് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനമാണ്. അത് എവിടെയും എത്താതെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായ രീതിയിലാണ് ഇപ്പോഴും കിടക്കുന്നത്. നമസ്കാരം. നമസ്കാരം ചേച്ചി, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരം തന്നെയാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? ഇവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിക്ക് ജയിക്കാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും? എന്താണ് തോന്നുന്നത്? ഇത് ഇഞ്ചോടിഞ്ചോട് പോരാട്ടം ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ശരി. എന്തായാലും വട്ടിയൂർക്കാവിൽ ഒരു പുരോഗമനമുണ്ട്. അത് തന്നെ വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു. അതായത് ഇത്രയും നാളുള്ള ഭരണത്തിൽ തൃപ്തയാണ് എന്നാണോ പറഞ്ഞത്? അല്ല, പ്രവർത്തനങ്ങളിൽ തൃപ്തയല്ല. അല്ല, ഒരു ഭരണമാറ്റം വരണം. അതാണ് ഉറപ്പ്. ശരി. ഹായ് ചേച്ചി. ഹായ്. പേരെന്താണ്? എൻ്റെ പേര് ഗീത. ഗീത ചേച്ചി, വോട്ടുണ്ടോ? വോട്ടിടുന്നുണ്ടോ? ശരി. എനിക്ക് ഇപ്പം നമ്മൾ വട്ടിയൂർക്കാവ് നിൽക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നത് ശരിയല്ല അല്ലേ? ഇവിടെ എന്തൊക്കെ വികസനങ്ങൾ വരണമെന്നാണ് ചേച്ചിയുടെ? ഇവിടെ വികസനം ഇനി ഒരുപാട് വരാനുണ്ട്. എന്തൊക്കെയാണ് നല്ല കാര്യങ്ങൾ? ഒരുപാട് നല്ല കാര്യങ്ങൾ നേരത്തെ നിന്നവരും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇനിയും ഉള്ളതും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മളെ ഈ വട്ടിയൂർക്കാവ് കുറേ കടകളായിരുന്നാലും നല്ല ഇപ്പം എല്ലാം പൊളിച്ചിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നല്ല വികസനം വരണം. നമുക്ക് ഈ മുതിർന്നവരെ മാത്രം അവരോട് മാത്രം ചോദിച്ചാൽ പോരല്ലോ. നമുക്കിത് ഒരു കൊച്ചു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. വോട്ടൊന്നും ഇടാറായില്ല, പക്ഷെ നമ്മുടെ നാളത്തെ തലമുറയുടെ നട്ടെല്ലും ഭാവി വാഗ്ദാനം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട് അല്ലേ? പേരെന്താ? അമാൻ. അടിപൊളി. എന്താണ് മോന് ഇലക്ഷനെ കുറിച്ച് അറിയുന്നത്? എന്താണ് ഇവിടുത്തെ എന്തെങ്കിലും ഇവിടുത്തെ പാർട്ടിയെ കുറിച്ചോ ഇവിടുത്തെ ഭരണ രീതികളെ കുറിച്ചോ എന്തെങ്കിലും അറിയാവോ? എന്ന് വെച്ചാൽ ഇപ്പം 3 പാർട്ടിയാണ് എനിക്ക് അറിയാനുള്ളത്. LDF, കൈപ്പത്തി, പിന്നെ നമ്മുടെ കൈപ്പത്തി ഏത് പാർട്ടിയാണ്? കൈപ്പത്തി കോൺഗ്രസ്. കറക്റ്റ്. പിന്നെ താമര BJP. കറക്റ്റ്. പിന്നെ ഇവരെ കുറിച്ച് എനിക്ക് അത്രയും അറിഞ്ഞൂടാ. ഞാൻ ഇപ്പം ഇതൊക്കെ പിന്നെ കുറെ കൊടികളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഏത് പാർട്ടിയുടെ കൊടിയാണ്. ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഏപ്രിൽ 9-ാം തീയതി ഇലക്ഷൻ വരെയാണ്. ഇനി മോനിപ്പോ എന്തായാലും വോട്ടില്ല. എത്ര വയസ്സായി? എനിക്ക് 14 വയസ്സ്. 14 വയസ്സ്. 15, 16, 17, 18, 4 വർഷം കൂടെ കഴിഞ്ഞാൽ എനിക്ക് ഇലക്ഷൻ വോട്ട് ചെയ്യാം. ഇപ്പം ഈ 9-ാം തീയതി വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ആർക്ക് വോട്ട് കൊടുക്കുമായിരുന്നു? ഏത് പാർട്ടിക്ക് വോട്ട് കൊടുക്കുമായിരുന്നു? LDF. ആഹാ, അപ്പം ആളൊരു കമ്മ്യൂണിസ്റ്റ് ആണ്. അപ്പൊ VK പ്രശാന്ത് ബ്രോ തന്നെ വരണമെന്നാണ്. ശരി. അപ്പൊ അമാൻ വളരെയധികം ഉറപ്പിച്ചുകൊണ്ട് തന്നെ LDF-നെ വോട്ട് കുത്തോളെന്ന് പറഞ്ഞിരിക്കുകയാണല്ലേ? അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? എന്തുകൊണ്ടാണത്? പ്രത്യേക കാരണമുണ്ട്. എന്നുവെച്ചാൽ നമ്മളെ ഫ്രണ്ട്സിനെ കൂട്ടായ്മയായി നിർത്താൻ വേണ്ടി LDF ഒരു
ഒരു സംരംഭം പോലെ ഒരു ബാലസംഘം എന്ന് പറഞ്ഞൊരു ഒരു ഒരു മീറ്റിംഗ് പോലെ നമ്മളെ സാഹിത്യ പഞ്ചായത്ത് സ്മാരക ഗ്രന്ഥശാലയിൽ എല്ലാ ശനിയാഴ്ചയും ചിലപ്പോൾ ഞായറാഴ്ചയാവും. അപ്പം ആ കൂട്ടായ്മയിലൂടെ നമ്മളെ ഫ്രണ്ട്സ് നമ്മൾ കാണാത്തവർ കാണുകയും അവര് നമ്മൾ കൂട്ടായ്മയായി നിൽക്കുകയും നമ്മൾ രണ്ടുപേരും നല്ല എന്ന് വെച്ചാൽ ഇപ്പൊ ചേച്ചിയെ ഞാൻ കണ്ട് മതമില്ല അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ചേച്ചിയെ കണ്ട് ഞാൻ ഇപ്പൊ ചേച്ചിയുടെ ഫ്രണ്ടായി. അതേപോലെയാണ് ഒരുപാട് കുട്ടികളെ കാണുന്നു. ജാതി മതഭേദമന്യേ അങ്ങനെ എല്ലാവരുമായിട്ട് ഒത്തൊരുമിച്ച് പോവാൻ അതിന് പാർട്ടി സഹായിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. മേയർ ബ്രോ സഹായിക്കുന്നു വിശ്വസിക്കുന്നുണ്ടല്ലേ? ശരി മേയർ ബ്രോ, ഇത് വളരെ വ്യക്തമാക്കിയേക്കണം. ഇത് ഒരു വളരെ ചെറിയ തലമുറയുടെ ശബ്ദമാണ്. നാളെ നിങ്ങൾക്ക് തന്നെ വോട്ട് കിട്ടാനായി 4 വർഷത്തിനപ്പുറം അതിനാണ് ഈ കുട്ടി ഇന്നേ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, അവന്റെ തീരുമാനം മാറാതിരിക്കട്ടെ. നന്ദി. ഇലക്ഷൻ നടക്കാൻ പോവാണ്. 9-ാം തീയതി വോട്ട് ചെയ്യാൻ പോവില്ലേ? എന്താണ് ചേട്ടന് തോന്നുന്നത്? ആരിത്തവണ വരൂന്നാണ് തോന്നുന്നത്? ഇവിടെ ഏറ്റവും കൂടുതൽ മുരളീധരൻ, പേരക്കുട, ഉളംപാറ, കൊക്കോട്, കവടിയാറ്, അമ്പലമുക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്ന കെ മുരളീധരനെ കണ്ണാനമായി. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇതാ നെട്ടയത്തിൽ നമുക്ക് വേറെ ചേട്ടനെ കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇല്ല, ഭക്ഷണം കഴിക്കാറായില്ലല്ലോ. ആയില്ല. കാപ്പൂടി കഴിഞ്ഞു. ഇപ്പൊ ഉച്ചയ്ക്ക് 1 മണി 1:30 മണിയാവും ഭക്ഷണം കഴിക്കും. ശരി, പേരെന്താ? എന്റെ പേര് സുരേഷ് കുമാർ. ശരി ചേട്ടാ, യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ നേരത്തെ പ്രശ്നങ്ങളേ ഉള്ളൂ, ജനങ്ങൾക്ക് പ്രശ്നമേ ഉള്ളൂ. ഇപ്പൊ ഈ 10 വർഷം കൊണ്ട് പ്രശ്നമില്ലാത്ത ജനങ്ങളെ ഇല്ല ഈ കേരളത്തിൽ. ഇത് പറഞ്ഞ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പെൻഷൻ പോലും കൊടുക്കില്ല അവന്മാർ, കംപ്ലീറ്റ് ദൂർത്താണ്. പിന്നെ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ ശബരിമല പ്രശ്നം, സ്വർണ്ണം അടിച്ചു മാറ്റിയ സർക്കാരാണ്. അപ്പോൾ അത്രയ്ക്കും ജനങ്ങളെ പ്രതികരിച്ച് കഴിഞ്ഞു. ഇത്രയും വർഷം കൊണ്ട് ഈ ശബരിമല എന്ന് പറഞ്ഞ ക്ഷേത്രം നല്ല രീതിയിൽ പുരോഗമിച്ച് പോകാൻ ക്ഷേത്രമാണ് യുവമാർ കയറിന് ശേഷം സ്വർണ്ണക്കൊള്ള വരെ നടത്തിയ സർക്കാരാണ് എൻ്റെ അറിവിൽ. എന്നുവെച്ചാൽ ജനങ്ങളെ കാണുകയാണ്, ഞാൻ വേറെ ഒന്നും പറയാനല്ല. ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, എങ്കിലും ഈ 10 വർഷം കൊണ്ട് ഈ ജനങ്ങളെ കൊല്ലാതെ കൊന്ന സർക്കാരാണ്. അത് മാത്രമല്ല അഴിമതി, കംപ്ലീറ്റ് അഴിമതി, കോടിക്കണക്കിന് രൂപയാണ് നമ്മൾ അഴിമതി നടത്തുന്നത്. എന്നിട്ട് അവ ഇപ്പം ന്യായം പറഞ്ഞു കൊടുക്കുന്നത് ജനങ്ങൾ കംപ്ലീറ്റ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇവൻ്റെ ഭരണം മാറുമെന്നുള്ളൊരു ഒരു മാറ്റവും ഇല്ല. അടുത്ത പറഞ്ഞത് വരാൻ പോണ കോൺഗ്രസ് സർക്കാരാണ്, നല്ല ഇതിൽ ഭരിക്കും. അതിന് ഒരു മാറ്റവും ഇല്ല. അല്ല, എൻ്റെ വീട്ടുകാരെ ആക്രമിച്ചാൽ എനിക്ക് പുല്ലാൻ മാത്രം, ഞാൻ അതേ പറയുള്ളൂ. ഇവന്മാർ ഇപ്പോൾ എത്ര പേര് ആക്രമിക്കുന്നു, വെട്ടിക്കൊള്ളും, വീട്ടുകാരെ വെട്ടിക്കൊള്ളും. കാരണം അവൻ എന്തോണം ചെയ്യാം, അവൻ ഭരിക്കുമ്പോൾ അവൻ എന്തോണം ചെയ്യാം, ചോദിക്കാൻ ആളില്ല. അതാണ് ഇപ്പോഴത്തെ കേരളം ജനങ്ങൾ. എന്നുവെച്ചാൽ ഞാനുള്ള ഇപ്പോൾ സ്ത്രീകൾക്ക് പോലും സുരക്ഷയില്ല. സ്ത്രീകളെ ബലാത്സംഗം ഞാൻ പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയും, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും. അവരെ പാർട്ടിയാണെങ്കിൽ അവർ ഒതുക്കി നിർത്തും, ആ കേസ് അട്ടിമറിക്കും. കോൺഗ്രസ് ആണെങ്കിൽ അതിനെ കേസ് എടുക്കും. ഇപ്പം നടക്കുന്ന കേസ് അതാണ്. അപ്പം ഞാൻ വേറെ പറയാം, മൊത്തത്തിൽ സ്ത്രീകളാണ് ഞാൻ പറയാണ് കാര്യങ്ങൾ. അമ്മമാർക്ക് പോലും ഒരു രക്ഷയില്ല, എനിക്കിതേ പറയാറുള്ളൂ. അതുകൊണ്ട് അടുത്ത പറഞ്ഞ കോൺഗ്രസ് സർക്കാരായിരിക്കും, അത് ഒരു മാറ്റവും ഇല്ല. മറ്റൊരു ചേട്ടനെ പരിചയപ്പെടാൻ. ചേട്ടാ പേരെന്താ? എൻ്റെ പേര് കൃഷ്ണൻ. ചേട്ടാ, ഇത്തവണ ഇലക്ഷൻ നടക്കാൻ പോവാണ്. ചേട്ടൻ എന്താണ് തോന്നുന്നത്? ഏത് പാർട്ടിയാണ് ഭരണത്തിൽ വരാൻ ചേട്ടന് താല്പര്യം? എന്തായാലും 10 വർഷം ഭരിച്ച ഭരണം തന്നെ വീണ്ടും വരും. ചേട്ടാ ഒരു പക്ക കമ്മ്യൂണിസ്റ്റ് ആണ്. പക്ക കമ്മ്യൂണിസ്റ്റ് ആണ്. ഈ 5 വർഷവും ഭരിക്കും, അടുത്ത 5 വർഷവും ഈ ഗവൺമെന്റ് തന്നെ വരും, ഉറപ്പിച്ച്. ഞാനില്ലെങ്കിലും അടുത്ത ഈ 5 വർഷവും ഗവൺമെന്റ്. ഈ 10 വർഷം കൊണ്ട് സാധാരണക്കാർക്ക് എന്താണ് ദോഷം വന്നത്? അതൊന്ന് പറയണം. ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ ഒരു കേസ് പോലും ഒരു ഗവൺമെൻറ്റും ഒരു കുടുംബത്തിൽ ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് മൊത്തം പേര് ദോഷം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവർ അങ്ങനെയാണ് ഈ ശബരിമല കൊള്ള എന്ന് പറഞ്ഞത്. പണ്ടായി എന്തൊരു ആളിനെ വിട്ട് അവിടെ സ്വർണ്ണക്കൊള്ള നടത്തിയ ഇല്ലല്ല. ഈ സ്വർണ്ണക്കൊള്ള എന്ന് ഈ പറയണതല്ല, ആര് ചെയ്ത് എന്ത് ചെയ്തതെന്ന് എല്ലാ പാർട്ടിക്കാരും അതിലുണ്ടായിരുന്നു. CPM-കാരുണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു, BJP-കാരുണ്ടായിരുന്നു, ഇല്ലേ? എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ നെട്ടയം വാർഡിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടുന്ന് കുറച്ചധികം അങ്ങോട്ട് പോകുമ്പോൾ ഈയക്കുഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ ആളുകൾക്ക് കുറച്ചധികം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെയാണ് ഇവിടെ ലോക്കൽസ് ആയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവരിലേക്ക് എത്തി അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് കേൾക്കാം. വട്ടിയൂർക്കാവിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന നമ്മുടെ നെട്ടയത്തിൽ നിന്നും ഒരു 1.5 കിലോമീറ്റർ അകത്തേക്ക് ഇതാ നമ്മൾ സഞ്ചരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ഈയക്കുഴി ലക്ഷം വീട് കോളനിയിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടുത്തെ ആളുകൾക്ക് ഒരുപാട് നിങ്ങളോട് പറയാനുണ്ട്. അവരുടെ ദുരിതങ്ങളുടെ, വേദനയുടെ, കഷ്ടപ്പാടുകളുടെ കഥ ഇന്ന് എന്നോടൊപ്പം വളരെ വേദനയോടെ ഒരമ്മ ഇതാ ചേരുകയാണ്.
ജഗദമ്മയെ നമുക്ക് പരിചയപ്പെടാം. ജഗദമ്മയ്ക്ക് നിങ്ങളോട് ഒരുപാടധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് വളരെ വിഷമം തോന്നിയൊരു കാര്യം, സന്തോഷത്തോടെ സമാധാനത്തോടെ കെട്ടുറപ്പുള്ളൊരു വീട്ടിൽ നമ്മളെല്ലാവരും താമസിക്കുന്ന പോലെ കഴിയണമെന്ന് ഒരുപാട് ആഗ്രഹം പറഞ്ഞു. അതിനുവേണ്ടി ഒരു പട്ടയത്തിനായി ഒരുപാട് നാളെ ആൾ കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെ ലഭിച്ചില്ല. അതിൻ്റെതായ ഒരുപാട് വിഷമങ്ങളും കഷ്ടപ്പാടുകളും പറയാനായിട്ടുണ്ട്. പറഞ്ഞോളൂ. ഇത്രയും വർഷം കൊണ്ട് ഞാൻ ഇവിടെ താമസിച്ചു. എനിക്കൊരു പട്ടയത്തിന് വേണ്ടി കയറി ഇറങ്ങാൻ സ്ഥലങ്ങളൊന്നുമില്ല. എല്ലാം ആയി കഴിഞ്ഞു. ഇനി ഞാൻ അത് ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ഇനി ഇതിനെന്തരാണ് പോകുമ്പോഴുള്ളതെന്ന് അവർ എന്നെ സഹായിക്കട്ടെ. എന്നെ സത്യം പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് വിഷമം തോന്നുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കെട്ടുറപ്പുള്ളൊരു വീടില്ല. എനിക്ക് ഇത് കുത്തനെ ഇറങ്ങുന്നൊരു റോഡാണ്. മഴവെള്ളമൊക്കെ ഒലിച്ച് കുത്തനെ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനകത്ത് ഒറ്റയ്ക്കേ ഉള്ളൂ. മഴയൊക്കെ പെയ്യുമ്പോൾ പാത്രമൊക്കെ പറക്കി വെച്ച് തന്നെ കിടക്കണം ഇവിടെ കട്ടിലൊക്കെ. മുകളിൽ നിന്ന് ചോർച്ചയുണ്ട് മഴയൊക്കെ വരുമ്പോ. ഒറ്റയ്ക്കാണ് ഹസ്ബൻഡ് കുട്ടി? ഇല്ല, ആരുമില്ല. ഞാനിപ്പോ ഒറ്റയ്ക്ക് തന്നെ ഇവിടെ താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ വളരെയധികം പരിതാപകരമാണ്. നിങ്ങളിത് ശ്രദ്ധിക്കണം. ഒരു ചെറിയ മുറി, അത് മാത്രമാണ് ഈ വീട്. അപ്പുറത്തൊരു ചെറിയൊരു സെക്ഷൻ. എങ്ങനെയാണ് ഈ വീട്ടിൽ അമ്മ താമസിക്കുന്നതെന്ന് പോലും എന്നെ ഒരുപാട് വേദനയോടെ തന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. ആ മുറിയിലാണ് കിടന്നുകൊണ്ടത്. ഇപ്പം ഇവിടെ അടന്ന് വീഴുന്നുണ്ട്. അടുക്കിടെ ഇവിടെ കുറച്ച് കടന്നു വീഴുന്നു. ഒരു ദിവസം രാത്രിയിൽ കടന്നു വീഴുന്നു. ഇലക്ഷൻ അടുത്ത് നിൽക്കുകയാണ്. ഏത് പാർട്ടി ഭരണത്തിൽ വന്നാലും നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് അവരെ സേവിക്കുക എന്നുള്ളതാണ് ഏത് പാർട്ടിയായാലും ഏത് ഭരണകൂടമായാലും അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതാവണം. അങ്ങനെ ആവാത്ത പല സാഹചര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴാണ് ഇതുപോലുള്ള അമ്മമാരുടെ കണ്ണുനീര് നമ്മൾ കാണേണ്ടത്. ആര് വന്നാലും ഈ നാടിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, ജഗദമ്മയെ പോലുള്ള അമ്മയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ സാധിക്കട്ടെ. വേണ്ടുന്ന സഹായ ഹസ്തങ്ങൾ ഇവരിലേക്ക് നീട്ടി കൂടുതൽ ആളുകൾ ഇതിലേക്ക് ശ്രദ്ധ നൽകി നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം. കാരണം ഭരണാധികാരികളുടെ കണ്ണ് തുറക്കട്ടെ, അവരുടെ കാത് തുറക്കട്ടെ. ഇവർക്കായി സഹായ ഹസ്തങ്ങൾ മുന്നിലേക്ക് നീട്ടപ്പെടട്ടെ. നന്ദി. വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഈയക്കുഴി കോളനിയിലെ മറ്റൊരു വീട്ടിലാണ് ഇപ്പോൾ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ശരിക്കും ഇതിന് വീടെന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കുറേ അധികം കട്ടകൾ വെച്ച് പണിതെന്ന് പോലും എനിക്ക് പറയാനായിട്ട് പറ്റില്ല. പൂശിയിട്ട് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇവരിവിടെ കഴിയുന്നതെന്ന് അറിയില്ല. ഈ കോളനിയിലെ മിക്ക ആളുകളുടെയും പ്രശ്നം വീട് തന്നെയാണ്. അവരുടെ സംരക്ഷണം, അവരുടെ സുരക്ഷിതത്വം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് റോസമ്മ ചേച്ചിയുടെ വീടെന്ന് പേരിന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു സ്ഥലത്താണ്. ഈ കട്ടകൾ വെച്ചുകൂട്ടി ഈ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് റോസമ്മ ചേച്ചി ജീവിക്കുന്നത്? പറഞ്ഞാൽ നമ്മളെ ജീവിതമേ ഇത് തന്നെ, അല്ല നമുക്കൊന്നുമില്ല. നമുക്ക് ഇത് നമ്പർ പോലും ഇട്ട് തരുന്നില്ല. ആ പടികെട്ടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്ത അത്രയും എൻ്റെ സ്ഥലമാണ്. കൊടുത്തിട്ടുള്ളതാണ് ഞങ്ങൾ. എന്നുവെച്ചാൽ താഴെ 2 വീട്, ഇവിടെ എൻ്റെ വീട് മേളിലോട്ട്, പിന്നെ ഞങ്ങളെ സ്ഥലമാണ് ഈ റോഡിന് കൊടുത്തത്. അപ്പോൾ അവരിപ്പോൾ പറയണത് എൻ്റെ വീട് റോഡിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമ്പർ ഇടൂലാന്ന്. നമ്മൾ പ്ലാൻ വരച്ച് കൊടുത്തപ്പോൾ അത് അവർ സ്വീകരിക്കണില്ല. അവർ പറയാണ് അത് നിങ്ങളെ വീട് റോഡിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെ തരും എന്നാണ് അവരെ ചോദ്യം. അപ്പം അതിന് എൻ്റെ വായിൽ പറഞ്ഞൊക്കെ ഞാൻ വിളിച്ചങ്ങ് പറയും, ഇലക്ഷനോ പെലക്ഷനോ അതൊന്നും എനിക്ക് പ്രശ്നവുമല്ല, തലപയ്യ മൂലം ചോറിയുന്നുണ്ട് എന്നുള്ളവളാണ് ഞാൻ. എന്നുവെച്ചാൽ എൻ്റെ പിള്ളേർ മാറിപ്പോയി. ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് ഈ വീട്ടിനകത്ത് താമസിക്കുന്നത്. ചത്താൽ ഞാനല്ലേ ചാവുള്ളൂ, എൻ്റെ പിള്ളേർ ചാവൂലല്ലോ. എന്നവർ കലം മഴിക്കാണ് വാടക കൊടുത്ത് കിടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞോരാ ഞാൻ ചീത്ത പറയില്ല ഞാൻ പറയുന്നില്ല. ഞാൻ ഇഷ്ടം പോലെ ഞാൻ ചീത്ത വിളിക്കും. ഇന്നതാ കമ്മിറ്റി രാവിലെ ഒരുത്തം കൊണ്ടുവന്ന് ഒരു പേപ്പറും തന്നിട്ട് പോയി 5 മണിക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ട് പോയി. പോകാതിരിക്കൂല. പോയാലും അവിടെയും ചെന്ന് നല്ല രീതിയിൽ തന്നെ സംസാരിക്കും. വോട്ട് ചോദിച്ചൊക്കെ വന്നിട്ട് വോട്ട് ചോദിച്ചു വന്ന പ്രിൻസ് വന്നു ഇവിടെ. അവര് ആ മുകളിലത്തെ ജഗദേരവിൻ്റെ അടുത്തിരിക്കുന്ന വീട്ടില്ല, ആ പട്ടികളുടെ വീട്ടില്ല. ഇവിടെ ഞങ്ങൾ വന്നിട്ട് 46 വർഷമായി ഇത് കിട്ടിയിട്ട്. അന്ന് മുതൽ ഇവിടെ ലൈറ്റില്ല. ഇപ്പം ഈ ഇലക്ഷന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തതിൻ്റെ ബദലിൽ ഇവർ കൊണ്ടുവന്ന് കൊടുത്തങ്ങനെ ഇവിടെ 4 പോസ്റ്റിൽ ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് അപ്പം മെനിഞ്ഞാന്ന് ഞാൻ ഇവിടെ നടയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോഴാണ് വന്നിടന്ന് വിളിച്ചിട്ട് പറഞ്ഞു
അത് ചേച്ചി വോട്ടിൻ്റെ ഇതിനാണ് ഞാൻ വന്നത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ കിടന്ന് ജയിച്ചൊന്നുമില്ല, അവിടെ വച്ചിട്ട് പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെടുത്ത് ചുരുട്ടി കൂട്ടിയെടുത്ത് അങ്ങ് കളഞ്ഞു. അത്രേ ഒരു ആവശ്യമുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. എനിക്ക് പിന്നെ താമരയ്ക്ക് പോകാനും പറ്റൂല, BJP കയറാനും പറ്റൂല. അവരെ BJPയും വേണ്ട, അവരെ താമരയും വേണ്ട. എനിക്കൊരു പാർട്ടി, എനിക്കൊരു വിശ്വാസമുണ്ട്. അത് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോകില്ല. അതാണ് എൻ്റെ നിഷ്ഠ. എന്തിനു പോണത്? പോയിട്ട് ഒരു കാര്യവുമില്ല. കിടപ്പാടം ഇത് കണ്ട ഗവൺമെൻറ് തന്ന മണ്ണാണ്, 4 സെൻറ്റ് മണ്ണ്. ഞാൻ 2 പട്ടിക്കുട്ടികളായിട്ട് വളർത്തും പോലെ ഞാൻ തന്തയില്ല 2 പട്ടിക്കുട്ടികളെ വളർത്തിയാണ് അവിടെ കിടന്ന് മഴയത്തും മഞ്ഞത്തും കിടന്ന് നിലവിളിച്ച് പഞ്ചായത്തിലുള്ളവരെ അത്രയും ചീത്ത വിളിച്ചാണ് എനിക്ക് ഈ 4 സെൻറ്റ് സ്ഥലം എനിക്ക് ഇവിടെ കിട്ടിയത്. ആൾക്കാർ വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ എന്തെങ്കിലും സഹായഹസ്തം നീട്ടിയിട്ടുണ്ടോ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞപ്പോൾ? ഒരു പാർട്ടിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല, ഒരു മനുഷ്യരും നമുക്ക് തന്നില്ല. എത്രയെങ്കിലും വർഷങ്ങൾക്കിടയിൽ ഒരു 25 രൂപ ഈ ഇവിടെ മെയിൻ്റനൻസിനെന്നും പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ആരും നമുക്ക് തന്നിട്ടില്ല. ആ പൈസ വാങ്ങിച്ചു തന്നെ ആ ഒരു മുറി, എൻ്റെ മോള് പ്രസവിച്ചപ്പോൾ ആ ഒരു മുറി വൃത്തിയാക്കി ആ ഫ്രണ്ടും പൂശിയെടുത്ത്, അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾക്കൊന്നും നിവർത്തിയില്ല. നാടിന്റെ വികസനം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ജീവിക്കുന്ന സാധാരണമായ ആളുകളുടെ ജീവിതം മെച്ചപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ അവിടെ വികസനം. അല്ലാതെ റോഡ് നന്നാക്കിയത് കൊണ്ടും ജംഗ്ഷൻ ശരിയാക്കാൻ പദ്ധതികൾ ഇട്ടത് കൊണ്ടും മാത്രം ഒരിക്കലും ഒരു സ്ഥലം വികസിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയുള്ളവരുടെ കണ്ണുനീര് നിങ്ങൾ എന്ന് കാണുന്നു അന്ന് മാത്രമേ യഥാർത്ഥ വികസനം സാധ്യമാവുകയുള്ളൂ. ഞാനിപ്പം എത്തിച്ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുരുവിക്കാട് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നറിഞ്ഞു, അത് പരിഹരിച്ചു എന്നൊക്കെ അറിഞ്ഞു. അപ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കാനായിട്ടൊരു ചേച്ചിയെ കിട്ടിയിട്ടുണ്ട്. ചേച്ചി പേരെന്താ? എൻ്റെ പേര് ശോഭ. എന്ത് ചെയ്യുന്നു? ഞാൻ ഹൗസ് വൈഫാണ്. നേരത്തെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, കൽക്കട്ടയിലായിരുന്നു. ആർമിയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. കുട്ടികളൊക്കെ വലുതായപ്പോഴേക്കും വീട്ടിലെ കാര്യമായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. അടിപൊളി. ചേച്ചി ഇവിടെ എവിടെയോ റോഡിന് സാരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പിന്നീട് അത് പരിഹരിച്ചു ശരിയാക്കി. അത് കാരണം എന്തൊക്കെ ആക്സിഡന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. തേർക്കണം റോഡ് കുറേ നാളായിട്ട്, വർഷങ്ങളായിട്ട് അത് പണി പൂർത്തിയാകാണ്ട് കുറേ പ്രശ്നങ്ങളായിട്ടൊക്കെ കിടക്കുമായിരുന്നു. ഇപ്പോൾ റീസെൻ്റ്ലി അത് റെഡിയാക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ പേരിൽ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. കുറേ രാത്രിയിലൊക്കെ പോകുന്നവർക്ക് വഴിയിൽ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പം പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം റെഡിയാക്കിയിട്ട് ഓൾമോസ്റ്റ് ഒരു മാസം ആകാൻ പോകുന്നു. 1 മാസം ആയില്ല, ഇപ്പം ഒരു 2 ആഴ്ചയായതേ ഉള്ളൂ. ഇലക്ഷനോടനുബന്ധിച്ചിട്ടായിരിക്കാം, അല്ലാണ്ട് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന അവരവരുടെ പാർട്ടി ജയിക്കണമെന്നാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ആയിരിക്കാം ഈ സമയത്ത് തന്നെ അത് ഫിനിഷ് ചെയ്തത്. അല്ലെങ്കിൽ അത് ഇത്രയും ഇലക്ഷൻ വന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഇനി അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു റോഡ്. ശരി, ആദ്യത്തവണ കാരണമെന്നാണ് ചേച്ചിക്ക് ആഗ്രഹം? എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ വികസനം കൊണ്ടുവരുന്നവർ കാരണമെന്നാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് മറ്റു 2 പാർട്ടിക്കാരെക്കാളും ഞാൻ കൂടുതൽ ഇപ്പം എൻ്റെ എന്താ പറയുക വ്യക്തിപരമായ താല്പര്യം BJP വരണമെന്നാണ്. ചേച്ചി നേരത്തെ പറഞ്ഞു കട്ട മോദി ഫാനാണ് നിങ്ങൾ, ഏത് പാർട്ടി ആയാലും. അതെ, ഞാൻ മോദി ഫാൻ തന്നെയാണ്. മോദി കൊണ്ടുവരുന്ന ഒരുപാട് വികസനങ്ങളുണ്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട്. ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ഒത്തിരി. ഇപ്പം നമ്മുടെ എൻ്റെ മോൻ IT-യിലുള്ളതാണ്. IT മേഖലകൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. IT ഒക്കെ നല്ല എന്താ പറയണ, കുറച്ച് റേഷനോ എന്തോ കിട്ടിയിട്ട് മാത്രം നമ്മുടെ നാട് വികസിക്കില്ലല്ലോ. നമ്മുടെ നാട് വികസിക്കണമെങ്കിൽ ഒരുപാട് പുതിയ പദ്ധതികൾ വരണം. അതിനിപ്പോൾ കേന്ദ്രം ഭരിക്കുന്നവരാരാണോ അവർക്കേ അത് പറ്റുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അവർ തന്നെ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മതം ഇല്ല, അതൊക്കെ അല്ല, അത് പാർട്ടിക്ക് വേണ്ടി, അത് എന്താ പറയണത്, അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവർ ഈ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാ ജാതി മത ഭേദമന്യേ എല്ലാവരും ഉപയോഗിക്കുന്നില്ലേ? എന്ത് പാർട്ടി, എന്ത് ജാതി, എന്ത് വർഗീയത? മനുഷ്യൻ പറഞ്ഞു വരുത്തുന്ന വർഗീയതയല്ലേ, അല്ലാണ്ട് ഒരു വർഗീയതയും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടെന്ന്. കേരളത്തിൽ വികസനം ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. വികസനം ഉണ്ടാവുന്നെങ്കിലും പുള്ളിയുടെ സ്വന്തം താല്പര്യങ്ങൾക്കാണ് ഫസ്റ്റ് പ്രിയോറിറ്റി കൊടുക്കുന്നത്. പുള്ളിക്ക് വർഗീയത എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, പുള്ളിക്കാരൻ ഇപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പുള്ളിയുടെ മരുമകനെ സപ്പോർട്ട് ചെയ്യുന്നു. അവിടെ എന്തുകൊണ്ടത് അത് പുള്ളി മുസ്ലിംസ് ആയതുകൊണ്ടാണോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഇപ്പം ഈ CPM-ൽ തന്നെ ഞാനിപ്പോൾ എനിക്ക് ആ പാർട്ടിയൊന്നും ഒരിക്കലും ഞാൻ കുറ്റം, അവരും നല്ലത് ചെയ്തു. ഞാൻ ജീവിക്കുന്നത് കേരളത്തിൽ, അവർ ഭരിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ അവരെ ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. ഇപ്പം CPM പാർട്ടിയിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, കുറേ കാര്യങ്ങൾ ഞാൻ CPM പാർട്ടിയിൽ തന്നെ അവർക്ക് അമ്പലങ്ങളില്ല, വിശ്വാസങ്ങളില്ല. എത്ര CPM-കാരെ ഞാൻ കാണിച്ചു തരാം അമ്പലങ്ങളുമായിട്ട് പൂജയായിട്ട് നടക്കുന്ന, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്. അപ്പോൾ എന്തിന് പിന്നെ ഈ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ത് പറയണം, നമ്മൾ അമ്പല വിശ്വാസ നിരീശ്വരവാദിയാണെന്നുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ട് അവർ കാണിക്കുന്നുണ്ട് സൈഡിൽ കൂടെ. അപ്പോൾ എല്ലാ മനുഷ്യർക്കും
രണ്ട് വശങ്ങളുണ്ട്. നമ്മളോട് കാണിക്കുന്നതായിരിക്കില്ലല്ലോ പുറമേ. നമ്മുടെ കേരളത്തിനകത്ത് വികസനം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം പോകുന്ന വികസനം, ഇപ്പം ഈ വരുന്നതൊന്നും എനിക്കെന്തോ അംഗീകരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളില്ല. നമ്മൾ മനുഷ്യർക്ക് വേണ്ടുന്നത് വികസനവും അവർക്ക് വേണ്ടുന്ന അത്യാവശ്യ സൗകര്യങ്ങളും ലഭിക്കുക എന്നുള്ളതാണ്. എനിക്കും പേഴ്സണലി ഏത് പാർട്ടി, ഏത് പൊളിറ്റിക്സ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പാർട്ടി വന്നാലായിരിക്കും, ഏത് ഭരണാധികാരി ഇവിടെ വന്നാലായിരിക്കും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക, നമ്മുടെ ജീവിത രീതി മാറുക, ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായവർക്ക് ജീവിതത്തിൽ വലിയൊരു ഉന്നമനം ഉണ്ടാവുക, ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യണം. സോ എല്ലാവരും വോട്ട് ചെയ്യുന്ന ദിവസം നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ ഒരു വോട്ട് ആണ് ആയിരക്കണക്കിന് വോട്ടുകളായി മാറി നമ്മളുടെ നാളെ തീരുമാനിക്കുന്നത്.